ഇന്നത്തെ ഹോട്ട് സബ്ജക്റ്റ് ആണല്ലോ നമുക്ക് ഹെൽത്ത് ആൻഡ് വെൽനെസ് എന്ന് പറയുന്നത്. ഈ ഒരു കാലഘട്ടത്തിൽ നമ്മളെ സംബന്ധിച്ച് നമ്മളെ ഏറ്റവും കൂടുതൽ നമ്മളെ കൺസേൺ ആയിട്ടുള്ള ഒരു സംഭവമാണ് നമുക്ക് ഹെൽത്തും വെൽനെസ്സും. അറിയാം, നമ്മളെ ഈ ഒരു കാലഘട്ടത്തിനെ നോക്കുകയാണെങ്കിൽ നമ്മളെ ചുറ്റുപാട് ഇന്ന് രോഗത്തിനെ കൊണ്ട് ബുദ്ധിമുട്ടി നിൽക്കുന്ന സമയം നമ്മൾ മാത്രമല്ല, കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, വേൾഡ് ഓവർ ഒരു ഡിസീസ് ഓറിയന്റഡ് ടൈമാണ് ഇപ്പൊ നമുക്ക്. സോ ഇന്ന് നമ്മള് സംസാരിക്കാൻ പോകുന്ന വിഷയം അത് തന്നെയാണ്. പുനർജനിയുടെ ഹെൽത്തി ലിവിംഗ് എന്ന് പറഞ്ഞ ഒരു സീരീസ് ഓഫ് സെഷനാണ് നമ്മൾ ഇന്ന് കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. ഇന്ന് ഇപ്പൊ 8:30 to 10 PM വരെ നീണ്ടു നിൽക്കുന്ന ഒരു 1.5 hours നീണ്ടു നിൽക്കുന്ന ഒരു സെഷനാണ് ഇന്ന്. അതിൽ നമുക്ക് 3 ടോപ്പിക് ഉണ്ട്, പറഞ്ഞു കഴിഞ്ഞു സുനിൽ. അതിൽ ഫസ്റ്റ് ടോപ്പിക് പ്രസന്റ് ഹെൽത്ത് ചാലഞ്ചസ് ആൻഡ് ഹൗ ടു ഓവർകം ദ ചാലഞ്ചസ്. ഇതാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഇമ്പോർട്ടൻസ് ഓഫ് ന്യൂട്രാസ്യൂട്ടിക്കൽസ് ഉണ്ട്, ഫാർമ ന്യൂട്ര രണ്ടും തമ്മിലുള്ള ഡിഫറൻസ്, ആൻഡ് ന്യൂട്രലൈറ്റ് ആൻഡ് ഇറ്റ്സ് ഫൗണ്ടേഷൻ പ്രോഡക്ട്സ്. ഈ 3 സെഷൻസ് ആണ് നമ്മൾ ഇന്ന് കൈകാര്യം ചെയ്യാൻ പോകുന്നത്. സോ ഞാൻ ഇന്ന് സംസാരിക്കുന്നത് നമ്മുടെ വൈ വി നീഡ് ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ, വൈ ഇറ്റ് ഈസ് സോ ഇമ്പോർട്ടൻറ്റ്. ഈ ഒരു കാറ്റഗറിയിൽ നമ്മൾ എന്താണ് ന്യൂട്രീഷൻ, എന്താണ് ഹെൽത്തിന് എത്രമാത്രം പ്രാധാന്യം എന്താണ് എന്നുള്ളതാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം. നമുക്കറിയാം, നമ്മൾ ഇന്ന് നോക്കുകയാണെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഹെൽത്തിനെയും ന്യൂട്രീഷനെയും പറ്റിയാണ്. നമ്മൾ ഈ സമയത്ത് എന്തുകൊണ്ട് ഹെൽത്ത് അത്രമാത്രം ഇമ്പോർട്ടന്റ് ആവുന്നു, ന്യൂട്രീഷൻ അത്രമാത്രം ഇമ്പോർട്ടന്റ് ആവുന്നു നോക്കിക്കഴിഞ്ഞാൽ, ഒരു മനുഷ്യൻ ജനിച്ച് ആദ്യത്തെ ഒരു വർഷമാണ്, ന്യൂ ബോൺ സമയത്ത് ഒരു വർഷമാണ് ഏറ്റവും കൂടുതൽ കെയർ വേണ്ട ഒരു വർഷം എന്ന് പൊതുവെ പറയാറുണ്ട്. ഇവിടെ അത് കഴിഞ്ഞാൽ ഏറ്റവും സെക്കൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞ അഡോളസൻസ് ആണ്, കൗമാരപ്രായമാണ്. കൗമാരപ്രായത്തില് ഒരു ഫിസിക്കൽ ഗ്രോത്ത് നടക്കുന്ന ഒരു സമയം. ഒരു ഫസ്റ്റ് ഇയർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട സമയമാണ് കൗമാരപ്രായം എന്ന് പറയുന്നത്. കൗമാരപ്രായത്തില് അവരുടെ ഒരു ടോട്ടൽ ഗ്രോത്തിന്റെ ഒരു 25% ഹൈറ്റ് ഒക്കെ വരുന്ന സമയം ഈ അഡോളസൻസ് കൗമാരപ്രായമാണ്. ഈ കൗമാരത്തിൽ നമുക്ക് ന്യൂട്രീഷൻ വളരെ ഹെൽത്ത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ വെബ്സൈറ്റിലുള്ള ഒരു ഡാറ്റാസ് ആണ്, നമ്മൾ ക്രിയേറ്റ് ചെയ്തതല്ല. ഇറ്റ് ഇസ് ദർ ഇൻ WHO സൈറ്റ്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ഒരു എസ്റ്റിമേഷൻ നോക്കുകയാണെങ്കിൽ ലോകത്ത് നടക്കുന്ന ഒരു നോൺ കമ്മ്യൂണിക്കബിൾ, അതായത് പകർച്ചവ്യാധികളല്ലാത്ത മരണങ്ങളിൽ അതിന്റെ ഒരു 60% വരുന്നത് അൺഹെൽത്തി ഡയറ്റ്സും ഫിസിക്കൽ ഇനാക്ടിവിറ്റിയും ഒക്കെ കൊണ്ടാണ്. അൺഹെൽത്തി ഡയറ്റ് അത്രമാത്രം എന്ന് പറഞ്ഞാൽ ഡയറ്റിന് അത്രമാത്രം പ്രാധാന്യം ഉണ്ടെന്നാണ്. മറ്റു മരണങ്ങളുടെ 60% വരുന്നത് ഈ ഒരു അൺഹെൽത്തി ഡയറ്റ്സിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. ഫിസിക്കൽ ചേഞ്ചസ്, അതുപോലെ തന്നെ അഡോളസൻസിന്റെ വീണ്ടും കൗമാരപ്രായക്കാരിലേക്ക് വരികയാണെങ്കിൽ അവരെ സംബന്ധിച്ച് അവരുടെ ഫിസിക്കൽ ചേഞ്ചസ് വരുന്നത് ഈ ഒരു കൗമാരപ്രായത്തിലാണ്. ഏറ്റവും കൂടുതൽ ഫിസിക്കലായിട്ടുള്ള അവരുടെ ശാരീരികമായിട്ടുള്ള മാറ്റങ്ങൾ വരുന്ന സമയം. ആ സമയത്ത് അവർക്ക് നല്ല ന്യൂട്രിയൻസ് ആവശ്യമാണ്, കൂടുതൽ അളവിൽ കലോറീസ് നന്നായിട്ട് വേണം, പ്രോട്ടീൻസ് വേണം, കാൽഷ്യം, അയൺ, ഈ രീതിയിലുള്ള എല്ലാ സപ്ലിമെന്റ്സ് എല്ലാ രീതിയിലുള്ള ന്യൂട്രിയൻസും അവർക്ക് വളരെ അത്യാവശ്യമാണ്. നമ്മൾ ഒന്ന് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സാഹചര്യത്തിൽ നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ, നമ്മൾ ഇന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ രാജ്യം അല്ലെങ്കിൽ ലോകം മുഴുവൻ ആകെ ഒരു പ്രശ്നത്തിലാണ് നമ്മൾ പറയുന്നത്. ഇപ്പോഴുള്ള പ്രശ്നമല്ല, വളരെ മുമ്പ് തന്നെ മുമ്പ് ന്യൂസ് വീക്കിൽ വന്നൊരു റിപ്പോർട്ടാണ്. 2030 ഏഷ്യയിൽ 190 മില്യൺ ഡയബറ്റിക് കേസസ് വരുന്നതാണ്. അതിന്റെ പകുതി അളവ് എന്ന് പറയുന്ന ഇന്ത്യയിലും ചൈനയിലും ആയിരിക്കും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഒബേസിറ്റി നോക്കുകയാണെങ്കിൽ ഇന്ത്യയില് ഒരു ഒബേസ് പീപ്പിള് 9% ആണ് 95 ഉണ്ടായിരുന്ന 9% എന്ന് 2025 ആകുമ്പോഴത്തേക്ക് അത് 24% വളരുമെന്നാണ് പറയപ്പെടുന്നത്. ഇതൊക്കെ സ്റ്റഡി റിപ്പോർട്ടുകളാണ്. അതുപോലെ തന്നെ ടൈമിൽ വന്നൊരു ആർത്രൈറ്റിസിന്റെ ഒരു കേസ്. ആർത്രൈറ്റിസ് നോക്കുകയാണെങ്കിൽ 2020 40 മില്യൺ ആൾക്കാർ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് കൊണ്ട് സഫർ ചെയ്യും ഇന്ത്യയിൽ നിന്ന്. ദിസ് ഈസ് 2020. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തന്നെ അറിയാം അല്ലെ, നമ്മൾ സംസാരിക്കുന്ന ആൾക്കാർക്കൊക്കെ ഒന്നുകിൽ നടുവേദന, അല്ലെങ്കിൽ മുട്ടുവേദന, അല്ലെങ്കിൽ കഴുത്തുവേദന, ഏത് രീതിയിലുള്ള ഒരു ഓസ്റ്റിയോ ആർത്രൈറ്റിക് കണ്ടീഷനിലാണ് ഇന്നുള്ള ആൾക്കാരെ മുഴുവൻ പലപ്പോഴും നമ്മൾ പരിചയപ്പെടുന്ന ആൾക്കാരെ മുഴുവൻ കാണുന്നത്. ആ രീതിയിലേക്ക് ഹെൽത്തിന്റെ ഞാൻ നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ല, ദിസ് ഇസ് എ ഫാക്ട്. ഇതാണ് നമ്മുടെ സത്യം. ഞാനൊരു ചോദ്യം ചോദിക്കാം, ആർ യു ഹെൽത്തി? യെസ് ആണെങ്കിൽ ഞാൻ ചോദ്യം മാറ്റാം, ആർ വി ഹെൽത്തി? ഇതായിരിക്കും കുറച്ചുകൂടി എളുപ്പം. കാരണം വെച്ചാല് ഒരാളെ ആശ്രയിക്കേണ്ട കാര്യമില്ല. നമ്മൾ നോക്കുകയാണെങ്കിൽ ലോകം മുഴുവൻ നമുക്ക് ഈ ചോദ്യം നമുക്ക് സ്വയം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉത്തരം എന്തായിരിക്കും? പലപ്പോഴും ഉത്തരം ശരിയായിരിക്കണം എന്നില്ല. കാരണം എന്താ വെച്ചാൽ യെസ് നോ എന്നൊക്കെ കമന്റ് വരുന്നുണ്ട്. കാരണം നമ്മൾ ഹെൽത്തി ആണെന്ന് നമുക്ക് തന്നെ തുറന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയാണ് നമുക്ക് ഇന്ന്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ഒരു ഡെഫിനിഷൻ നോക്കുകയാണെങ്കിൽ എന്താണ് ആരോഗ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹെൽത്തിനെ പറ്റി അവരുടെ
ആരോഗ്യത്തിനെ പറ്റിയുള്ള ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഹെൽത്ത് ഈസ് എ കംപ്ലീറ്റ് സ്റ്റേറ്റ് ഓഫ് ഫിസിക്കൽ, മെന്റൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ്. ഫിസിക്കൽ മാത്രമല്ല, മെന്റലും സോഷ്യലും ആയിട്ടുള്ള വെൽബീയിങ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല ആരോഗ്യം ഉണ്ടാവും എന്ന് പറയാൻ പറ്റുള്ളൂ. ഒരു വെൽനെസിന്റെ ഡെഫിനിഷൻ നോക്കുകയാണെങ്കിൽ ഇത് തന്നെയാണ്. നമ്മളൊരു 5 കാര്യങ്ങൾ, മെന്റൽ, ഇന്റലക്ച്വൽ, ഫിസിക്കൽ, സോഷ്യൽ, സ്പിരിച്വൽ, ഈ 5 കമ്പോണൻസ് ഒരു ബാലൻസ്ഡ് സ്റ്റേജിലാണെങ്കിൽ മാത്രമേ നമുക്കൊരു നല്ല വെൽനെസ് കണ്ടീഷനിൽ, നമ്മളൊരു ഹെൽത്തി വെൽനെസ്സിൽ നമ്മൾ ഉണ്ടെന്ന് പറയാൻ പറ്റും, ഒരു സൗഖ്യം നമുക്ക് ഉണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ എന്നതാണ്. ഇവിടെ നമ്മളെ സംബന്ധിച്ച് നമുക്കൊരു ഈ ഒരു ഓപ്റ്റിമൽ ഹെൽത്ത് എന്ന് പറയുന്നത് നമുക്കൊരു അടിസ്ഥാനപരമായിട്ട് നമുക്കൊരു നല്ല ആരോഗ്യം ഉണ്ടാവണമെങ്കിൽ അത് നേടിയെടുക്കേണ്ടതാണ്. നമുക്ക് ബൈ ബർത്ത് ചിലപ്പോൾ കിട്ടിക്കൊള്ളണമെന്നില്ല, അത് നമുക്കൊരു ഗിഫ്റ്റ് ഒന്നുമല്ല. വി ഹാവ് ടു ഏൺ അവർ ഓപ്റ്റിമൽ ഹെൽത്ത്. നമ്മൾ അതിനെ നേടിയെടുക്കേണ്ടതായിട്ടുണ്ട്. എന്താണ് ഈ ഏൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 കാര്യങ്ങളാണ്, 4 പില്ലറുകളാണ്. നമ്മുടെ ആരോഗ്യം നിൽക്കുന്നത് 4 തൂണുകളിലാണ്. ഇ ഫോർ എക്സസൈസ്, ഡെയിലി എക്സസൈസ്. A for positive mental attitude, and R for adequate rest, and N for nutrition. എക്സസൈസ് വേണം, നല്ല മനസ്ഥിതി ആയിരിക്കണം, ആറ്റിറ്റ്യൂഡ് ആയിരിക്കണം, നല്ല രീതിയിലുള്ള വിശ്രമവും ഉറക്കം ഉണ്ടായിരിക്കണം, നല്ല ന്യൂട്രീഷൻ കിട്ടണം. ഈ 4 കാര്യങ്ങളിൽ അധിഷ്ഠിതമാണ് നമ്മുടെ ആരോഗ്യം എന്ന് പറയുന്നത്. ഒരു 4 പില്ലറുകളിലാണ് നമ്മുടെ ആരോഗ്യം, നമ്മുടെ ഓപ്റ്റിമൽ ഹെൽത്ത് താങ്ങി നിർത്തപ്പെട്ടുള്ളത്. ഈ 4 പില്ലറിൽ ഏതിനെങ്കിലും സ്ഥാനഭ്രംശമോ അല്ലെ ചെറിയ രീതിയിലുള്ള വിള്ളലുകളോ അല്ലെ ചെറിയ പാകപ്പിഴകളോ സംബന്ധിച്ച് നമ്മുടെ എൻ്റയർ ടോട്ടൽ ഓപ്റ്റിമൽ ഹെൽത്തിനെ നമുക്ക് ബാലൻസ് ചെയ്ത് നിർത്താൻ പറ്റില്ല, അത് താഴോട്ട് പോരും. എന്താണ് ഫസ്റ്റ് നമുക്ക് നോക്കാം. ഫസ്റ്റ് പില്ലർ എക്സസൈസ്. എന്താണ് എക്സസൈസ്? ഫിസിക്കൽ എക്സസൈസ് എന്ന് പറഞ്ഞാൽ എനി ബോഡിലി ആക്ടിവിറ്റി ദാറ്റ് എൻഹാൻസ് ഓർ മെയിൻറ്റെയിൻസ് ഫിസിക്കൽ ഫിറ്റ്നസ് ആൻഡ് ഓവറോൾ ഹെൽത്ത് ആൻഡ് വെൽനസ്. നമ്മൾ ഓവറോൾ ആയിട്ടുള്ള ഹെൽത്തിന്റെയും വെൽനസിനെയും വേണ്ടി ചെയ്യുന്ന ഒരു ഫിസിക്കൽ ആക്ടിവിറ്റിയാണ് നമ്മളെ എക്സസൈസ് എന്ന് പറയുന്നത്. നമ്മൾ എക്സസൈസ് ചെയ്തിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുക? ഇഫ് വി ഡോണ്ട് എക്സസൈസ്, നമ്മൾ എക്സസൈസ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ മസിൽ ബിക്കം ഫ്ലാബി ആൻഡ് വീക്ക്. മസിലൊക്കെ വീക്ക് ആവാൻ തുടങ്ങും, എല്ലാ മസിലുകളും. ആൻഡ് യുവർ ഹേർട്ട് ആൻഡ് ലങ്സ് വോണ്ട് ഫങ്ഷൻ എഫിഷ്യൻ്റ്ലി. നമ്മുടെ ഹൃദയവും ശ്വാസകോശവും ഒക്കെയുള്ള ഇന്റേണൽ ഓർഗൻസ് ഒന്നും കറക്റ്റായിട്ട് ഫങ്ഷൻ ചെയ്യണമെന്നില്ല, എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നില്ല. ജോയിന്റ്സ് സ്റ്റിഫ് ആവാൻ തുടങ്ങും. അത് ഈ രീതിയിൽ പല ഇഞ്ചുറി ഈസിലി വരാൻ തുടങ്ങും. ഈ രീതിയിലുള്ള പല കാര്യങ്ങളും വരും. ഇനാക്ടിവിറ്റി എന്ന് പറയുന്നത് സിഗരറ്റ് വലിയേക്കാൾ ഒരുപക്ഷെ മാരകമായിട്ടുള്ള ഒരു ഹെൽത്ത് റിസ്ക് ആണ് നമ്മളൊരു ഇനാക്ടിവിറ്റി എന്ന് പറയുന്നത്, എക്സസൈസ് ചെയ്യാതിരിക്കുക എന്നുള്ളത്. ഇത് എക്സസൈസ് നമുക്ക് നമ്മളെ ഡിസീസസിനെ മാറ്റി നിർത്താൻ സഹായിക്കും, പ്രിവെന്റ് ചെയ്യാൻ സഹായിക്കും, സ്റ്റാമിന കൂട്ടും നമുക്ക്. അതുപോലെ തന്നെ നമ്മള് സ്ട്രെങ്ത് ചെയ്യാൻ, ടോൺ ചെയ്യാൻ ചെയ്യും, ഫ്ലെക്സിബിലിറ്റി കൂട്ടും, നമ്മളെ സംബന്ധിച്ച് ബോഡിയുടെ ഫ്ലെക്സിബിലിറ്റി കൂട്ടും, വെയിറ്റിനെ മാനേജ് ചെയ്യാൻ നമുക്ക് സഹായിക്കും, ടോട്ടൽ ക്വാളിറ്റി ഓഫ് ലൈഫ് നമുക്ക് കൂടാൻ വേണ്ടി എക്സസൈസ് സഹായിക്കും. എക്സസൈസ് വളരെ അത്യാവശ്യം. ഹൗ ഓഫൺ ഷുഡ് ഐ എക്സസൈസ്? ഇത് നമ്മുടെ നോർമലി ഉള്ള ചോദ്യം. എത്രമാത്രം ഞാൻ എക്സസൈസ് ചെയ്യണം? ഒരു ബിഗിനറെ സംബന്ധിച്ച് എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും എന്ന് കരുതുന്നതിനേക്കാളും കുറച്ച് ചെയ്ത് തുടങ്ങിയാൽ മതി. ഒരു 3 day per week ആ രീതിയിലൊക്കെ ചെയ്താൽ മതി. അതായിരിക്കും എഫക്റ്റീവും സേഫും റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു എക്സസൈസ് പാറ്റേൺ. ഒരു എക്സ്പീരിയൻസ്ഡ് ആയ ആളാണെങ്കിൽ അവർക്ക് വാക്ക് ചെയ്യാം, ജോഗ് ചെയ്യാം, സൈക്ലിംഗ് ചെയ്യാം, അല്ലെ ആ രീതിയിലുള്ള ഹെവി എക്സസൈസ്, എറോബിക്കും അനോറോബിക്കും ഒക്കെ ചെയ്യാം. അത് ഒരു 200 മിനിറ്റിൽ കൂടുതലാവാൻ പാടില്ല ഒരു വീക്കിൽ. അത് ഒരു സെഷൻ നോക്കുകയാണെങ്കിൽ ഒരു 60 minutes പെർ സെഷൻ, അതിൽ കൂടുതൽ ഒരു വലിയ സെഷൻ, ലോങ് സെഷൻ തീർത്തേക്കാൻ പാടില്ല. അത് 1 മണിക്കൂറിൽ കുറഞ്ഞ രീതിയിൽ ഡെയിലി എക്സസൈസ് ചെയ്താൽ മതി. എക്സസൈസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, നമുക്കറിയാം. നമ്മളത് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള രണ്ടാമത്തെ ചോദ്യം. റെഗുലർ ആയിട്ട് എക്സസൈസ് ചെയ്യുക എന്നുള്ളത് നമുക്ക് അത്രമാത്രം നമ്മളെ സംബന്ധിച്ച് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിട്ട് വന്നുകൊണ്ടിരിക്കാം. രണ്ടാമത്തെ കാര്യം പോസിറ്റീവ് മെന്റൽ ആറ്റിറ്റ്യൂഡ്. നമുക്കൊരു പോസിറ്റീവ് മെന്റൽ ആറ്റിറ്റ്യൂഡ് വേണം എന്നുള്ളത് വളരെ അത്യാവശ്യമുള്ള കാര്യം ആരോഗ്യത്തിന്. കാരണം നമുക്കറിയാം, നമ്മുടെ മനസ്സ് പതറിക്കഴിഞ്ഞാൽ നമ്മുടെ മൊത്തം ആരോഗ്യം പതറിപ്പോകും. സോ മനസ്സ് ശാശ്വതമായിട്ടുള്ള ഒരു പോസിറ്റീവായിട്ട് നിലനിർത്തുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. ഇത് ഈ PMA എന്ന് പറയുന്ന പോസിറ്റീവ് മെന്റൽ ആറ്റിറ്റ്യൂഡിന്റെ കൺസെപ്റ്റ് ആദ്യമായിട്ട് വന്നത് 1937 നെപ്പോളിയൻ ഹിൽ ഈ ഒരു തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എന്ന് പറഞ്ഞ ഈ പുസ്തകത്തിലൂടെയാണ് ഈ ഒരു കൺസെപ്റ്റ് ആൾക്കാർ പുറം ലോകത്തേക്ക് പബ്ലിഷൈസ് ചെയ്യപ്പെടുന്നത്. അതിലും പക്ഷേ ഈ PMA എന്നുള്ള വാക്ക് പോസിറ്റീവ് മെന്റൽ ആറ്റിറ്റ്യൂഡ് ഉപയോഗിച്ചിട്ടില്ല. നിങ്ങൾക്കറിയാം, വായിച്ചവർക്ക് അറിയാം. അതിനകത്ത് അങ്ങനെ ഒരു പദപ്രയോഗമില്ലെങ്കിലും ഈ ഒരു പോസിറ്റീവ് മെന്റൽ ആറ്റിറ്റ്യൂഡിനെ പറ്റി ഡിസ്കസ് ചെയ്യപ്പെടുന്നത് അന്ന് തൊട്ടാണ്. നമുക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ വളരെ അത്യാവശ്യം. ഇല്ലെങ്കിൽ എന്ത് പറ്റും? വൈ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ആൻഡ് പോസിറ്റീവ് തിങ്കിങ്? ഇത് ഇല്ലെങ്കിൽ എന്ത് പറ്റും? ഇഫ് യു ആർ മെയിൻലി പോസിറ്റീവ് യു വിൽ ബി ഫോക്കസ്ഡ് ഓൺ ഗുഡ് തിങ്സ്. നമ്മൾ പോസിറ്റീവ് ആണ്, നമ്മൾ നല്ല കാര്യമേ നമ്മൾ കാണുള്ളൂ. സോ അതുകൊണ്ട് നമുക്ക് ഹാപ്പി തോട്ട്സ് ആയിരിക്കും, ഹാപ്പി ആയിരിക്കും, നമ്മുടെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഔട്ട്കം വരും. നമ്മൾ നല്ല കാര്യങ്ങൾ കൊടുത്താൽ നല്ല കാര്യങ്ങൾ തന്നെ മനസ്സിന് പുറത്തേക്ക് വരും. സോ ബി പോസിറ്റീവ് ഓൾവേസ്. ഇത് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം നോക്കുകയാണെങ്കിൽ ആഡിക്വേറ്റ് റെസ്റ്റ്. നമ്മളെ സംബന്ധിച്ച് ഏറ്റവും ഇഷ്ടമുള്ള, നമ്മളെ സംബന്ധിച്ചിട്ടുള്ള, എന്നെ സംബന്ധിച്ച് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ഉറങ്ങുക, അല്ലെ? ഉറക്കം ഒരു പക്ഷെ നമുക്ക് അത്ര ഇമ്പോർട്ടന്റും ആണത്. അത് എത്രമാത്രം ഉറക്കം കിട്ടുന്നു അത്രമാത്രം നല്ലത് തന്നെയാണ്. നമ്മള്
നമുക്ക് ഹീലിങ്ങിനും റിപ്പയറിങ്ങും, നമ്മുടെ ബോഡിയുടെ ഹീലിംഗ് റിപ്പയറിംഗ് ഒക്കെ നടക്കുന്നത് നമ്മൾ ഉറങ്ങുന്ന സമയത്താണ്. ഉറക്കം കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഇനാഡിക്കേറ്റ് ആയിട്ടുള്ള ഉറക്കം അല്ലെങ്കിൽ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഉറക്കം കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിന്റെ ബ്ലഡ് വെസൽസിനൊക്കെ അത് കറക്റ്റായിട്ട് ഫങ്ഷൻ ചെയ്തോളണമെന്നില്ല, താറുമാറാക്കും. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ച് പല അസുഖങ്ങളും വരാനുള്ള ഹാർട്ട് ഡിസീസസ്, കിഡ്നി ഡിസീസസ്, ഹൈ ബ്ലഡ് പ്രഷർ, ഡയബറ്റീസ്, സ്ട്രോക്ക്, ഇതൊക്കെ വരാനുള്ള സാധ്യതകൾ ഉറക്കം നഷ്ടപ്പെടുന്നവർക്ക് അല്ലെങ്കിൽ ഒരു അണീവൻ ഉറക്കമുള്ളവർക്ക് വരാൻ സാധ്യതയുണ്ട്. നല്ല ഉറക്കം ഉണ്ടാവുക എന്നുള്ളതാണ്. സ്ലീപ്പ് ഈസ് ദ ബെസ്റ്റ് മെഡിറ്റേഷൻ. ദലൈലാമ പറഞ്ഞതാണ് അത്. ഏറ്റവും നന്നായിട്ട് നമുക്ക് സ്ലീപ്പിനെ ഉപയോഗിക്കാൻ പറ്റണം, നന്നായിട്ട് ഉറങ്ങാൻ പറ്റണം. എത്രമാത്രം ഉറങ്ങണം, ഇതൊരു വലിയ ഇതുകൊണ്ട് മൊത്തം പോയിട്ട് ഉറങ്ങിക്കളയേണ്ട. നമ്മൾ ഉറങ്ങുന്നതിന് ഒരു കണക്കൊക്കെ ഉണ്ട്. ഒരു പ്രായമായ മനുഷ്യന് 7 തൊട്ട് 9 മണിക്കൂർ വരെ ഉറങ്ങണം എന്നാണ് ഇപ്പോഴത്തെ സ്റ്റഡീസ് പറയുന്നത്. 7 മണിക്കൂർ തൊട്ട് 9 മണിക്കൂറൊക്കെ ഉറങ്ങിയിട്ട് പ്ലാൻ കൊടുക്കാൻ പോകാതിരിക്കരുത്, അത് വേറെ കാര്യം. ഈ 3 കാര്യങ്ങൾ നമ്മളെ സംബന്ധിച്ച് നമുക്ക് വളരെ എഫക്റ്റീവായിട്ട് നമ്മുടെ ഡെയിലി റുട്ടീൻസ് ഒന്ന് കറക്റ്റ് ചെയ്താൽ നമുക്ക് ഈസിലി അച്ചീവബിൾ ചെയ്യാനല്ലോ. എക്സസൈസ് ആയാലും ശരി, പോസിറ്റീവ് മെന്റൽ ആറ്റിറ്റ്യൂഡ് ആയാലും ശരി, ആഡിക്വേറ്റ് റെസ്റ്റ് ആയാലും ശരി, ഈ 3 കാര്യങ്ങൾ നമ്മളെ ഡെയിലി റുട്ടീനെ ഒന്ന് കറക്റ്റ് ചെയ്തെടുത്താൽ നമുക്ക് വളരെ എഫക്റ്റീവ് ആയിട്ട് ചെയ്യാം. എക്സസൈസിന് വേണ്ടി കുറച്ച് സമയം, 1/2 മണിക്കൂറൊക്കെ ദിവസം മാറ്റി വെക്കുക. ഒരു പോസിറ്റീവ് മെന്റൽ ആറ്റിറ്റ്യൂഡ് കിട്ടാൻ വേണ്ടി കുറച്ച് പുസ്തക വായനയോ CD കേൾക്കലോ അതുപോലെ തന്നെ മെഡിറ്റേഷനോ ഈ രീതിയിലൊക്കെ മാറ്റി വെക്കാം. രാവിലെ ഒരു 1/2 മണിക്കൂർ അതിനു വേണ്ടി മാറ്റി വെക്കാം. ആഡിക്വേറ്റ് റെസ്റ്റ്, നമ്മൾ വളരെ നല്ല രീതിയിൽ ഉറങ്ങാൻ പറ്റും. നമ്മൾ ഗാഡ്ജറ്റ്സ് ഒക്കെ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് 1/2 മണിക്കൂർ മുമ്പൊക്കെ ഓഫാക്കി വെച്ച് നല്ല പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ബുക്കൊക്കെ വായിച്ചുകൊണ്ട് നമുക്ക് നല്ല ഉറക്കത്തിലേക്ക് നമുക്ക് വഴുതി വീഴാം. നല്ല പോസിറ്റീവ് ആയിട്ടുള്ള ചിന്തകൾ മാത്രം മനസ്സിൽ കൊണ്ടുവരാം. ആ സമയത്ത് പോസിറ്റീവ് ആയിട്ടുള്ള സ്വപ്നങ്ങളും നമുക്ക് കാണാൻ പറ്റും. ഇതൊക്കെ നമുക്കൊന്ന് മാനേജ് ചെയ്യാറുള്ളൂ. ഞാൻ ഇനി പറയാൻ പോകുന്ന 4ാമത്തെ കാര്യം ന്യൂട്രീഷൻ എന്ന് പറയുന്ന സബ്ജക്ട്, ഈ 4ാമത്തെ പില്ലർ മറ്റ് 3 പോലെയും വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ഒരുപക്ഷെ ലാക്ക് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ന്യൂട്രീഷൻ. നേരത്തെ 3 പറഞ്ഞ കാര്യത്തിന് വലിയ നമ്മളൊരു സാമ്പത്തിക ബാധ്യത എന്നുള്ള ഒരു ഫിനാൻഷ്യൽ ഇൻവോൾവ്മെന്റ് അധികം വരുന്നില്ലെങ്കിലും ന്യൂട്രീഷന്റെ കാര്യത്തിൽ നമുക്കൊരു കുറച്ച് സമയമൊക്കെ മാത്രം പോരാ, കുറച്ച് പണമൊക്കെ അതിനകത്ത് ചെലവഴിക്കേണ്ടി വന്നേക്കാം. നല്ല ചെലവഴിക്കേണ്ടതാണ്, കാരണം വന്നേക്കാം എന്നല്ല, അല്ലാണ്ട് നമുക്ക് നല്ല ന്യൂട്രീഷൻ കിട്ടുമെന്ന് വെച്ചാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. എന്താണ് ന്യൂട്രീഷൻ ആൻഡ് വാട്ട് ഈസ് ഇറ്റ് ആൻഡ് വൈ ഈസ് ഇറ്റ് ഇമ്പോർട്ടൻറ്റ്? ന്യൂട്രീഷൻ എന്താണ്, എന്തുകൊണ്ട് ന്യൂട്രീഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്നാണ് നമ്മൾ ഇനി സംസാരിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട ഒരു സബ്ജക്ട് എന്ന് പറയുന്നത്. ഈ ന്യൂട്രീഷനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ യു ആർ വാട്ട് യു ഈറ്റ്. ഒരു വ്യക്തിയെ എന്താണ് അദ്ദേഹം കഴിക്കുന്നത് എന്നുള്ളത്, അല്ലെങ്കിൽ എന്താണ് നമ്മൾ കഴിക്കുന്നത് അതാണ് നമ്മൾ, അല്ലെ? നമ്മൾ പണ്ടൊക്കെ പറയാറുണ്ട്, ചെറുപ്പകാലത്ത് നമ്മൾ പറയാറുണ്ട്, ഒരു നല്ല തടിയുള്ള ഒരാൾ പോയി കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ റേഷൻ കട ഏതാണെന്നല്ലേ. ഇത് ഞാൻ തമാശയായിട്ട് പറഞ്ഞത്, കാരണം ഇപ്പോഴത്തെ കുട്ടിക്ക് റേഷൻ കട അറിയുമെന്ന് എനിക്കറിയില്ല. അന്ന് നമ്മളൊക്കെ പറയാറുണ്ട്, നമ്മൾ സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് നല്ല തടിയുള്ള ആൾക്കാർ വരുമ്പോൾ പറയുന്നു ഇയാളെ റേഷൻ കടയിൽ നിന്ന് വാങ്ങിച്ചാലോ എന്ന് പറഞ്ഞാൽ ഭക്ഷണം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് എന്നുള്ളതാണ്. നമ്മൾ എന്താണോ ഭക്ഷിക്കുന്നത് അതാണ് നമ്മൾ. അപ്പൊ ഭക്ഷണമാണ് പ്രധാനം, അല്ലെ? നമ്മൾ ഭക്ഷണത്തിൽ നമ്മൾ അത്രമാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ബാലൻസ്ഡ് ന്യൂട്രീഷൻ നമുക്ക് ഉണ്ടാവണം എന്നുള്ളത് വളരെ പരമപ്രധാനമായ കാര്യമാണ്. ബാലൻസ്ഡ് ന്യൂട്രീഷൻ എന്തിനൊക്കെ നമ്മളെ സഹായിക്കും? നമ്മുടെ വളർച്ചയ്ക്ക്, ഗ്രോത്തിന് വേണ്ടി സഹായിക്കും. അതുപോലെ തന്നെ ഡെവലപ്മെന്റിന് വേണ്ടി സഹായിക്കും. ഒരു മനുഷ്യന്റെ ആന്തരികമായ ബാഹ്യമായതല്ല, പുറത്തെ അകത്തെ നമ്മളെ മാനസികമായിട്ടുള്ളതും ശാരീരികമായിട്ടുള്ള വളർച്ചയ്ക്കും ഡെവലപ്മെന്റിനും ന്യൂട്രീഷൻ വളരെ അത്യാവശ്യ ഘടകമാണ്. നമുക്ക് എനർജി ഉണ്ടാക്കാൻ വേണ്ടി, നമുക്ക് ജോലി ചെയ്യാനുള്ള, നമുക്ക് എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യാനുള്ള എനർജി ഉണ്ടാക്കാൻ വേണ്ടി ന്യൂട്രീഷൻ വളരെ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ ബോഡി റിപ്പയർ ചെയ്യാൻ വേണ്ടി, മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി, റിപ്പയർ ചെയ്യാൻ വേണ്ടി നമുക്ക് ന്യൂട്രീഷൻ വളരെ അത്യാവശ്യമാണ്. ഇത്രയും കാര്യങ്ങൾ, ഇത് മാത്രമല്ല പല കാര്യങ്ങളും ന്യൂട്രീഷൻ ഇതിലൊക്കെ അടങ്ങി നിൽക്കുന്നില്ല. പക്ഷെ ഇതൊരു പ്രധാനപ്പെട്ട 4 കാര്യങ്ങൾ. ന്യൂട്രീഷൻ, നമുക്ക് ഹെൽത്തി ന്യൂട്രീഷൻ എന്താണെന്ന് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെ? നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെയാണ് നമുക്ക് ന്യൂട്രീഷൻ കിട്ടുന്നത്. നമ്മുടെ ഫ്യൂവൽ എന്ന് പറയുന്നത് നമ്മുടെ ന്യൂട്രീഷനാണ്. ഇത് നമ്മളൊരു ഹെൽത്തി ആയിട്ടുള്ള ഹാപ്പി ആയിട്ട് ലൈഫിന് വേണ്ടി നമുക്ക് ന്യൂട്രീഷൻ വളരെ അത്യാവശ്യമാണ്. എന്തുകൊണ്ടാണ് അത് ഇമ്പോർട്ടന്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ ബോഡിയുടെ ഗ്രോത്തിന്, നേരത്തെ പറഞ്ഞു, നമ്മുടെ ബോഡിക്കും ബ്രെയിനിനും വളരെ അത്യാവശ്യമാണ് നല്ല ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ ഹെൽത്തി ന്യൂട്രീഷൻ. നമ്മുടെ ബോഡി സ്ട്രോങ് ആവാനും എനർജറ്റിക് ആവാനും ന്യൂട്രീഷൻ വളരെയധികം സഹായിക്കുന്നുണ്ട്. റിപ്പയർ ചെയ്യാൻ വേണ്ടി നമ്മൾ നേരത്തെ പറഞ്ഞു, റിപ്പയർ ചെയ്യണം. അതുപോലെ ഒരു ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ടയേർഡ് ആയിരിക്കുന്ന സമയത്ത് നമ്മൾ റിപ്പയറിംഗ് പ്രോസസ്സ് നടക്കണമെങ്കിൽ ബോഡിയിൽ കൃത്യമായിട്ട് ന്യൂട്രിയൻസ് കിട്ടിക്കൊണ്ടിരിക്കണം. ഇതൊരു പറയുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം. അവോയ്ഡ് ഡിസീസസ് ലേറ്റർ ഇൻ ലൈഫ്. നമ്മൾ ഫ്യൂച്ചറിൽ രോഗങ്ങളിൽ കീഴടക്കാതിരിക്കാൻ വേണ്ടി ചെറുപ്പത്തിലെ അല്ലെങ്കിൽ ആദ്യം തൊട്ടേ ന്യൂട്രീഷൻ ബോഡിയിൽ കിട്ടിക്കൊണ്ടിരുന്നാൽ മാത്രമേ നമുക്ക് ഫ്യൂച്ചർ ലൈഫിൽ, ലേറ്റർ ലൈഫിൽ നമുക്ക് രോഗങ്ങൾ നമ്മളെ കീഴ്പ്പെടുത്താതിരിക്കുള്ളൂ. ഒരു ലോങ് ലൈഫ്, ഹെൽത്തി ആയിട്ടുള്ള ലോങ് ലൈഫ് കിട്ടണമെങ്കിൽ നമുക്ക് ന്യൂട്രീഷൻ വളരെ അത്യാവശ്യമാണ്. എന്തൊക്കെ ന്യൂട്രിയൻസ് വേണം നമുക്ക് ബോഡിയിൽ?
ഇത് പലപ്പോഴും നമുക്ക് അറിയാം, നമ്മൾ ന്യൂട്രീഷനെ പറ്റി ധാരാളം കേട്ടിട്ടുണ്ട്. പക്ഷെ എന്തൊക്കെ ന്യൂട്രിയൻസ് ബോഡിയിൽ വേണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രീതിയിൽ നമ്മൾ അതിനെ സമീപിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ പലപ്പോഴും ഇല്ല എന്നായിരിക്കും ഉത്തരം. നമുക്ക് മാക്രോ ന്യൂട്രിയൻസ് വേണം, മൈക്രോ ന്യൂട്രിയൻസ് വേണം, ഫൈറ്റോ ന്യൂട്രിയൻസ് വേണം. ഇത് പറഞ്ഞ മാക്രോ ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കൂടിയ അളവിൽ കിട്ടേണ്ടത്, മൈക്രോ ന്യൂട്രിയൻസ് പറഞ്ഞാൽ കുറഞ്ഞ അളവിൽ കിട്ടേണ്ടത്, ഫൈറ്റോ ന്യൂട്രിയൻസ് ആണ് നമ്മൾ ഫൈറ്റോ എനർജി കിട്ടുന്നത്, നമ്മൾ കളറുള്ള നമുക്ക് വേണ്ട പഴങ്ങളിൽ നിന്നും പച്ചക്കറിയിൽ നിന്നും കിട്ടണം ഫൈറ്റോ ന്യൂട്രിയൻസ്. ഒരു ഫുഡ് ഗൈഡ് പിരമിഡ് നോക്കി കഴിഞ്ഞാൽ ഈ രീതിയിലായിരിക്കണം നമ്മുടെ ഫുഡ് ഹാബിറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഗ്രെയിൻ ഗ്രൂപ്പ്, അതായത് നമ്മുടെ ധാന്യങ്ങളിലൂടെ അരി അല്ലെങ്കിൽ ഗോതമ്പ്, അരി എല്ലാം ഡിഫറെന്റ് ആയിട്ടുള്ള ഗ്രെയിൻസ് നമുക്ക് വളരെ അത്യാവശ്യമാണ് നമുക്ക് കാർബോഹൈഡ്രേറ്റ്സ് ഒക്കെ കിട്ടാൻ വേണ്ടി. വെജിറ്റബിൾസ് ഗ്രൂപ്പും ഫ്രൂട്ട് ഗ്രൂപ്പും നമ്മുടെ ഭക്ഷണത്തിൽ ഉണ്ടായിരിക്കണം കുറച്ചുകൂടി കുറഞ്ഞ അളവിൽ. അതിലും കുറച്ചുകൂടി കുറഞ്ഞ അളവിൽ മീറ്റ് ഗ്രൂപ്പും മിൽക്ക് ഗ്രൂപ്പും, മീറ്റ് ഉൽപ്പന്നങ്ങളും അതുപോലെ തന്നെ പാൽ ഉൽപ്പന്നങ്ങളും, പാൽ ഉൽപ്പന്നങ്ങളും നമുക്ക് ഉണ്ടാകണം. മറ്റ് ഓയിലും ഫാറ്റും ഒക്കെ ആയിട്ടുള്ള ചെറിയ അളവിൽ കിട്ടിക്കൊണ്ടിരിക്കും. ഈ രീതിയിലാണ് നമ്മളൊരു ഫുഡ് ഹാബിറ്റ് ഉണ്ടാവേണ്ടത്. നമുക്ക് ഇതിലൂടെ ആദ്യത്തെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാർബോഹൈഡ്രേറ്റ് വേണം, പ്രോട്ടീൻ വേണം, ഫാറ്റ് വേണം, ഫൈബർ വേണം, മിനറൽസ് വേണം, വൈറ്റമിൻസ് വേണം, വാട്ടർ വേണം. ഈ ഒരു അളവിലായിരിക്കണം, ഈ ഒരു രീതിയിലായിരിക്കണം നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കഴിക്കേണ്ടത്. എന്തിനാണ് കാർബോഹൈഡ്രേറ്റ്? കാർബോഹൈഡ്രേറ്റ് ആണ് നമുക്ക് എനർജി ഉണ്ടാക്കി തരുന്ന സംഭവം. നമുക്ക് അത് ഷുഗറും സ്റ്റാർച്ചും അതൊക്കെ ആയിട്ട് നമുക്ക് നമ്മുടെ ഒരു ലിവ്ലിഹുഡിന്, നമ്മുടെ സാധാരണഗതിയിൽ ഒരു ജീവിതത്തിൽ, നമ്മുടെ ഒരു ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മൾ കാർബോഹൈഡ്രേറ്റിലൂടെയാണ്. ഇതൊരു ഹെൽത്തി ഡയറ്റിൽ കാർബോഹൈഡ്രേറ്റ് വളരെ അത്യാവശ്യമായ സംഭവമാണ്. നമുക്ക് കാർബ്സ് ഇല്ലാതെ പറ്റില്ല. ദെൻ രണ്ടാമത്തെ കാര്യം പ്രോട്ടീൻ നമ്മുടെ ബിൽഡിംഗ് ബ്ലോക്സ് ആണ് ശരീരത്തിന്റെ ബിൽഡിംഗ് ബ്ലോക്ക് ആണെങ്കിൽ, ഈ ബിൽഡിംഗ് ബ്ലോക്ക് ഉണ്ടാവണമെങ്കിൽ നമുക്ക് പ്രോട്ടീൻ അത്യാവശ്യമാണ്. നമുക്ക് നമ്മുടെ ഓർഗൻസിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി, മസിൽസ് ബിൽഡ് ചെയ്യാൻ വേണ്ടി, സ്കിന്ന് ബിൽഡ് ചെയ്യാൻ, ഹോർമോൺസ് ഉണ്ടാക്കാൻ വേണ്ടി, ഇങ്ങനെ ശരീരത്തിന്റെ ഒരുമാതിരി എല്ലാ കാര്യങ്ങൾക്കും പ്രോട്ടീൻ അത്യാവശ്യമാണ്. അതുപോലെ ഫാറ്റ് എന്ന് പറയുമ്പോൾ പേടിയാണ്, പക്ഷെ ഫാറ്റ് നമുക്ക് വളരെ അത്യാവശ്യമാണ്. നമ്മളൊരു എനർജിയുടെ സോഴ്സും കൂടിയാണ് ഫാറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ബോഡിയുടെ ടെമ്പറേച്ചർ റെഗുലേഷൻസ്, വിറ്റാമിൻ അല്ല മിനറൽസ് ഒക്കെ അബ്സോർബ് ചെയ്യാൻ വേണ്ടി, അതുപോലെ തന്നെ നമ്മളെ ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ഫാറ്റ് അത്യാവശ്യമാണ്. ഇത് കൂടുതലും കിട്ടുന്ന ഡയറി പ്രോഡക്ട്സ്, മീറ്റ്സ്, ഫിഷ് ഒക്കെയാണ്, അല്ലെങ്കിൽ എഗ് എന്നൊക്കെയാണ് നമുക്ക് കൂടുതലും കിട്ടുന്നത്. അതുപോലെ തന്നെ നമുക്ക് വേണ്ടത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഫൈബർ എന്ന് പറയുന്നത്. ഫൈബർ നമുക്ക് വരുന്നത് ഫ്രൂട്ട്സ് ആൻഡ് വെജസ് എന്നാണ് നമുക്ക് കൂടുതൽ, അല്ലെങ്കിൽ പൾസ് ധാന്യങ്ങൾ എന്നൊക്കെയാണ് നമുക്ക്, ഹോൾ ഗ്രെയിൻ തവിട് കൂടിയ ധാന്യങ്ങൾ എന്നൊക്കെയാണ് നമുക്ക് കൂടുതലും ഫൈബർ കിട്ടുന്നത്. ഇത് ഫൈബർ നമുക്ക് നമ്മുടെ ഒരു ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെ കറക്റ്റ് ചെയ്യാനും, നമുക്ക് കൊറോണറി ഹാർട്ട് ഡിസീസസ് ഇല്ലാതിരിക്കാനും, അതുപോലെ തന്നെ ബോവൽ ക്യാൻസർ അല്ലെങ്കിൽ ഡയബറ്റീസ്, ഇതിനൊക്കെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഫൈബർ വളരെ അത്യാവശ്യമാണ്. ശരീരത്തിനുള്ള ഡാമേജസ് ഒക്കെ മാറ്റി നിർത്താൻ ഫൈബർ അത്യാവശ്യം. അതുപോലെ തന്നെ മിനറൽസ് വേണം. മിനറൽസ് നമുക്ക് ബോഡിയുടെ പല ഫങ്ഷൻസും മിനറൽസും വൈറ്റമിൻസും വളരെ അത്യാവശ്യമാണ്. ഇത് ഫ്രൂട്ട്സ് ആൻഡ് വെജിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ന്യൂട്രിയൻസ് ആണ്, ലാസ്റ്റിലാണ് എഴുതിയിട്ടില്ലെങ്കിലും പ്രധാനപ്പെട്ട ന്യൂട്രിയന്റ് ആണ് വാട്ടർ എന്ന് പറയുന്നത്. വെള്ളം നമുക്ക് വളരെ അത്യാവശ്യമാണ്. നമ്മുടെ ഡൈജസ്റ്റീവ് പ്രോസസ്സ് കറക്റ്റ് ചെയ്യാൻ വേണ്ടി വെള്ളം വളരെ അത്യാവശ്യമാണ്. അതുപോലെ ബോഡിയുടെ pH മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമുക്ക് വെള്ളം അത്യാവശ്യമാണ്. ശുദ്ധജലം, നമ്മൾ ബോഡിയുടെ ഫ്ലൂയിഡ് ലെവൽ കൺട്രോൾ ചെയ്യാൻ വെള്ളം അത്യാവശ്യമാണ്. ഈ 7 കാര്യങ്ങൾ നമ്മൾ നേരത്തെ കണ്ട കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, ഫാറ്റ്, ഫൈബർ, മിനറൽസ്, വൈറ്റമിൻസ്, വാട്ടർ, ഇത്രയും കാര്യങ്ങൾ നമുക്ക് എസെൻഷ്യൽ ന്യൂട്രിയൻസ് ആയിട്ട് നമുക്ക് ഈ മൈക്രോ ന്യൂട്രിയൻസും മാക്രോ ന്യൂട്രിയൻസും ഉണ്ട്. പ്രോട്ടീൻ, കാർബ്, ഓയിൽസ്, ഫാറ്റ്, വൈറ്റമിൻസ്, മിനറൽസ്. അതുപോലെ സപ്പോർട്ടിംഗ് ആയിട്ട് നമുക്ക് ഫൈബർ, സോല്യൂബിൾ ആയിട്ടുള്ള ഇൻസോല്യൂബിൾ ആയിട്ടുള്ള ഫൈബർ ആവശ്യമാണ്. ഫൈറ്റോ ന്യൂട്രിയൻസ് ആയിട്ട് ആൽക്കലോയിഡ്സ്, എസെൻഷ്യൽ ഓയിൽസ്, ഫ്ലവനോയിഡ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഫൈറ്റോ ന്യൂട്രിയൻസ് വേണം. വെള്ളം വേണം. ഇത്രയും ന്യൂട്രിയൻസ് നമ്മുടെ ബോഡിയിൽ കിട്ടുന്നുണ്ടോ എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ കൃത്യമായ അളവിൽ കിട്ടുന്നുണ്ടോ എന്ന് വെച്ചാൽ നമുക്കറിയാം. നമുക്ക് ഓരോന്നെടുത്ത് പരിശോധിച്ച് നോക്കാം കിട്ടുന്നുണ്ടോ ഇല്ല. മൈക്രോ ന്യൂട്രിയൻസ് നമ്മൾ പറഞ്ഞു, കാർബ്സ് വേണം, പ്രോട്ടീൻ വേണം, ഫാറ്റ് വേണം. അത് പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് കാർബോഹൈഡ്രേറ്റ്. നമ്മൾ പറഞ്ഞു, ഇത് സിമ്പിൾ കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് ഉണ്ട്. നമ്മൾ ഇപ്പൊ കൂടുതലും കഴിക്കുന്ന ഒരു പക്ഷേ സിമ്പിൾ കാർബോഹൈഡ്രേറ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് ഇന്ന് നമുക്ക് ഈ ഒരു രോഗങ്ങൾ പലതും, ഈ പ്രത്യേകിച്ച് ഡയബറ്റീസ് പോലെയുള്ള അസുഖങ്ങൾ കൂടുതൽ വരാൻ കാരണം ഒരുപക്ഷെ ഈ സിമ്പിൾ കാർബോഹൈഡ്രേറ്റിന്റെ അമിതമായ ഉപയോഗം ഉണ്ടായിരിക്കും. എന്താണ് സിമ്പിൾ കാർബോഹൈഡ്രേറ്റ്? ഒന്നുമില്ല, നമ്മൾ കഴിച്ച് പെട്ടെന്ന് തന്നെ ഇത് ഈ മോളിക്യൂൾസ് ഡൈജസ്റ്റ് ചെയ്ത് അത് പെട്ടെന്ന് തന്നെ ക്വിക്കായിട്ട് കൺവേർട്ട് ചെയ്ത് ബ്ലഡ് ഷുഗർ ലെവൽസ് ഒക്കെ കൂട്ടുന്നുണ്ടെങ്കിൽ അത് സിമ്പിൾ കാർബോഹൈഡ്രേറ്റ്. നമുക്കറിയാം ഷുഗർ, റിഫൈൻഡ് ഷുഗർ പ്രോഡക്ട്സ്, പാല്, അതുപോലെ തന്നെ ഈ കാൻഡീസ്, നമ്മുടെ ടോഫീസ്, ഇത്തരം കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ ഒരു കോള, ഇതൊക്കെ നമ്മൾ പെട്ടെന്ന് നമുക്ക് എനർജി ഉണ്ടാക്കുന്ന, നമുക്ക് ഷുഗർ ലെവൽ പെട്ടെന്ന് കൂട്ടുന്നു. ഇത് എംപ്റ്റി കലോറീസ് എന്ന് പറയുന്നത്. ഇതിനെ പരമാവധി ഒഴിവാക്കുക. നമുക്ക് വേണ്ടത് കോംപ്ലക്സ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് ആണ്. എന്ന് പറഞ്ഞാൽ ഈ മോളിക്യൂൾസ് വളരെ സ്ലോ ആയിട്ട് ഡൈജസ്റ്റ് ചെയ്ത് ബോഡിയിലേക്ക് അബ്സോർബ് ചെയ്തെടുക്കണം. ഇതാണ് നമുക്ക് അത്യാവശ്യം. നമുക്ക് വെച്ചാൽ ബീൻസ് അല്ലെങ്കിൽ പല രീതിയിലുള്ള ധാന്യങ്ങൾ, പയറുവർഗ്ഗങ്ങൾ, ഹോൾ ഗ്രെയിൻ ആയിരിക്കണം. തവിടോടുകൂടി അരി, ഗോതമ്പ്, ഇതൊക്കെ നമുക്ക് വളരെ അത്യാവശ്യമാണ് നമുക്ക് കഴിക്കാൻ. പിന്നെ വേണ്ടത് മൈക്രോ ന്യൂട്രിയൻസിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം പ്രോട്ടീൻ ആണ്.
പ്രോട്ടീൻ നമുക്ക് 20% ബോഡിയും ഉണ്ടാക്കിയെടുക്കുന്ന പ്രോട്ടീനെ കൊണ്ട്, ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് പ്രോട്ടീനെ കൊണ്ടാണ്. പ്രോട്ടീൻ ഉണ്ടെങ്കിൽ നമുക്ക് വളർച്ചയ്ക്ക് പ്രോട്ടീൻ അത്യാവശ്യമാണ്. നമ്മൾ നേരെ സംസാരിച്ചിട്ടുണ്ട്, രോഗങ്ങളെ ചെറുത്ത് നിർത്താൻ പ്രോട്ടീൻ ആവശ്യമാണ്. പുതിയ ടിഷ്യൂസ് ഉണ്ടാക്കണമെങ്കിൽ, വൂൺസ് കറക്റ്റ് ചെയ്യാൻ, നമ്മൾ വാട്ടർ ബാലൻസിങ് കറക്റ്റ് ചെയ്യാൻ ഒക്കെ പ്രോട്ടീൻ ആവശ്യമാണ്. എത്രമാത്രം പ്രോട്ടീൻ നമുക്ക് വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും ഇതിനെപ്പറ്റി ആലോചിച്ചിട്ട് പോലും ഉണ്ടാവില്ല, അല്ലേ? ഞാൻ ഇതൊക്കെ നമ്മൾ പലരും ഈ ഒരു ഓർഗനൈസേഷനിൽ വന്നതിന് ശേഷമാണ് പ്രോട്ടീനെ പറ്റിയൊക്കെ മനസ്സിലാക്കുന്നത്. കൂടുതൽ എത്ര പ്രോട്ടീൻ വേണമെന്ന് വെച്ചാൽ നമുക്ക് 1 gram പെർ ബോഡി വെയിറ്റ്. നിങ്ങൾക്ക് 1 kilogram ആണ് ഭാരമെങ്കിൽ 1 gram പ്രോട്ടീൻ വേണം. 60 kilogram ഭാരമുള്ളൊക്കെ 60 gram പ്രോട്ടീൻ റെഗുലറായിട്ട് ഭക്ഷണത്തിൽ കിട്ടണം. അത് പ്രഗ്നന്റ് വുമൺ ആണെങ്കിൽ 1.75 gram per kg ആയിരിക്കും. കുട്ടികളാണെങ്കിൽ 1.5 gram per kg ആയിരിക്കും. ഇത് ഏത് രീതിയിലുള്ള പ്രോട്ടീനാണ് നമുക്ക് വേണ്ടത്? നമുക്ക് വേണ്ടത് പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ 9 എസെൻഷ്യൽ അമിനോ ആസിഡ്സ് അടങ്ങിയ പ്രോട്ടീൻ നമുക്ക് ന്യൂട്രീഷനിലൂടെ, അതായത് നമ്മുടെ ഫുഡിലൂടെ നമ്മുടെ ശരീരത്തിൽ കിട്ടണം. ഈ 9 എസെൻഷ്യൽ അമിനോ ആസിഡ്സ് അടങ്ങിയ പ്രോട്ടീൻസ് ഭക്ഷണത്തിലൂടെ കിട്ടിയാൽ മാത്രമേ ബാക്കിയുള്ള 13 എസെൻഷ്യൽ അമിനോ ആസിഡ്സ് ബോഡി സിന്തസൈസ് ചെയ്ത് എടുക്കുള്ളൂ. ബോഡി ഇത് ഉണ്ടാക്കി എടുക്കണമെങ്കിൽ 9 എസെൻഷ്യൽ അമിനോ ആസിഡ്സ് നമുക്ക് ഭക്ഷണത്തിലൂടെ കിട്ടണം. ഇത് നമുക്ക് പലപ്പോഴും കിട്ടുന്നുണ്ടോ എന്ന് വെച്ചാൽ ഇല്ല എന്നുള്ളതായിരിക്കും ഉത്തരം. അതുപോലെ തന്നെ നമുക്ക് ഫാറ്റി ആസിഡ്സ്, ഇമ്പോർട്ടൻസ് ഓഫ് ഫാറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ഓവറോൾ ഹെൽത്തിന് ആവശ്യമാണ്, സെല്ല് വളർച്ചയ്ക്ക് ആവശ്യമാണ്. ഫാറ്റ് സോല്യൂബിൾ വൈറ്റമിൻസ് നമ്മുടെ ശരീരത്തിലേക്ക് വരണമെങ്കിൽ ഫാറ്റ് ആവശ്യമാണ്. ഡൈജഷനും അബ്സോർപ്ഷനും ഒക്കെ കറക്റ്റ് ചെയ്യാൻ ഫാറ്റ് ആവശ്യമാണ്. വൈറ്റമിൻ ഡി ഫാറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ കൂടുതൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ പല ഹോർമോൺസിനെ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് ഈ ഫാറ്റ് ആവശ്യം. ഫാറ്റ് എന്ന് കേൾക്കുമ്പോഴേ നമുക്ക് പേടിയാണ്, പക്ഷെ ഇത്രമാത്രം ഗുണങ്ങൾ ഫാറ്റിനുണ്ട്. പക്ഷെ ഈ ഫാറ്റിന്റെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പലപ്പോഴും പറയുന്ന രീതിയിൽ ഗുഡ് ഫാറ്റും ബാഡ് ഫാറ്റും, നല്ല കൊഴുപ്പുകളും മോശം കൊഴുപ്പുകളും നമ്മൾ പൊതുവെ പറയാറുണ്ട്, അല്ലെ? അതെന്താ വെച്ചാൽ എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സും നോൺ എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സും ഉണ്ട്. എസെൻഷ്യൽ എന്ന് പറയുന്നത് സാൽമൺ, ഒമേഗ പോലെയുള്ള അതുപോലെയുള്ള ഫിഷ് എന്നൊക്കെയാണ് നമുക്ക് കൂടുതലും എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സ് കിട്ടുക. ഓയിൽസ്, ഫ്ലാക്സീഡ് ഓയിൽസ്, അതുപോലെ തന്നെ ആ രീതിയിലുള്ള എണ്ണകൾ, ആ റൂം ടെമ്പറേച്ചറിൽ കട്ടിയാവാത്ത എണ്ണകളിലാണ് നല്ല എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സ് ഉള്ളത്. പെട്ടെന്ന് കട്ടിയാവുന്ന ബട്ടർ പോലെയുള്ള ആനിമൽ ഫാറ്റിനകത്താണ് നോൺ എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സ് ഉള്ളത്. ഈ എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സ് കുറഞ്ഞു പോയാൽ നമ്മളെ സംബന്ധിച്ച് സെല്ലിന് പ്രോബ്ലം വരാം, ഹെയർ ലോസ് വരാം, സ്കിന്നിന്റെ സ്കാൽനെസ്, നമുക്ക് വരണ്ട തൊലിയൊക്കെ വരാം, ഇൻഫെർട്ടിലിറ്റി വരാം, കാപ്പിലറിയുടെ പ്രോബ്ലം വരാം, വൂണ്ട് ഹീലിങ്ങിന് താമസം വരാം, ഇൻഫെക്ഷൻ കൂടുതൽ ഉണ്ടാവാം. ഇപ്പൊ വരുന്ന കുറെ കാര്യങ്ങൾ നമുക്ക് ഇപ്പൊ നമ്മുടെ ചുറ്റുപാടുള്ള പല കാര്യങ്ങളിലും നമ്മുടെ ഈ ഒരു ഫാറ്റ് വളരെ നിർണായകമായ പങ്ക് വഹിക്കുന്നുണ്ട്. അതിൽ നമുക്ക് omega-3 ഫാറ്റി ആസിഡ്സ് ആണ് നമുക്ക് കൂടുതലുണ്ട്. എന്തുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ കുറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് അവൈലബിലിറ്റി കുറച്ച് ബുദ്ധിമുട്ടാണ്, അതുപോലെ തന്നെ അതിന്റെ കോസ്റ്റും കുറച്ച് കൂടുതലാണ്. അതേപോലെ omega-6 ആണെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ ചുറ്റുപാട് കിട്ടാനുണ്ട്, നമുക്ക് അത് ലോ കോസ്റ്റിൽ കിട്ടാനുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു ഇംബാലൻസിങ് വളരെ വ്യാപകമായിട്ട് നമുക്ക് ഇന്ന് ശരീരത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. നമ്മളൊരു നോർമലി ഒരു ഐഡിയൽ റേഷ്യോ നോക്കുകയാണെങ്കിൽ നമുക്ക് omega-3യും omega-6ഉം തമ്മിൽ ഒരു ഐഡിയൽ റേഷ്യോ 1:5 to 10 ആണ്. പക്ഷെ ഇപ്പൊ നോക്കുകയാണെങ്കിൽ ആക്ച്വൽ റേഷ്യോ എന്ന് പറയുന്നത് 1:30 to 70 ആണ്. എന്നുവെച്ചാൽ omega-6 ധാരാളം കിട്ടുന്നു, omega-3 വളരെ കുറഞ്ഞ അളവിൽ നമുക്ക് കിട്ടുന്നുള്ളൂ ബോഡിയിൽ. ഈ ഒരു ഇംബാലൻസിങ് നമുക്ക് പല പ്രോബ്ലങ്ങളും ഉണ്ടാക്കും. ഹാർട്ട് ഡിസീസസ് ഉണ്ടാക്കും, ഹൈപ്പർ ടെൻഷൻ ഉണ്ടാക്കും, ഒബേസിറ്റി ഉണ്ടാക്കും, പ്രീമേച്ചർ ഏജിങ് ഉണ്ടാവും, ഡയബറ്റീസ് ഉണ്ടാവും, ക്യാൻസർ ഉണ്ടാക്കാം. ഈ omega-3യുടെ ഇൻടേക്ക് കൂട്ടുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യാനുള്ളത്. ഇത് പിന്നെ നമുക്കുള്ളതൊന്ന് മൈക്രോ ന്യൂട്രിയൻസ് ആണ്. മിനറൽസ് വേണം, വൈറ്റമിൻസ് വേണം. ഈ വൈറ്റമിൻസും മിനറൽസും നമ്മളെ സംബന്ധിച്ച് നമ്മളെ ബോഡിയിൽ കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പലപ്പോഴും നമ്മൾക്ക് ഇല്ല എന്ന് തന്നെയായിരിക്കും നമ്മുടെ ഉത്തരം. നമുക്ക് 13 വൈറ്റമിൻസും 11 മിനറൽസും നമുക്ക് വേണം. ഇതിന്റെ ഫങ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഇമ്മ്യൂൺ സിസ്റ്റത്തിന്, ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിന്, ഇങ്ങനെ പല കാര്യങ്ങൾക്കും നമുക്ക് വൈറ്റമിൻസ് മിനറൽസ് വളരെ അത്യാവശ്യമാണ്. ഇത് എവിടുന്നാണ് കിട്ടുന്നത്? നമുക്ക് കിട്ടുന്ന വൈറ്റമിൻസ് മിനറൽസിന്റെ സോഴ്സ് നമുക്കറിയാം പഴങ്ങളിൽ നിന്നും പച്ചക്കറികളിൽ നിന്നും. പക്ഷെ ഈ പഴങ്ങളും പച്ചക്കറികളും നമുക്ക് ഇപ്പൊ കിട്ടുന്നത് പെസ്റ്റിസൈഡ്സ് അടങ്ങിയതാണ്. അതുപോലെ തന്നെ ട്രാൻസിറ്റിൽ പ്രോബ്ലങ്ങൾ വരുന്നു, വാഷിങ്ങിൽ പ്രോബ്ലം വരുന്നു, ബോയിലിംഗിൽ പ്രോബ്ലം വരുന്നു. ഈ പ്രോബ്ലങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് കുറഞ്ഞ അളവിൽ മാത്രമേ വൈറ്റമിൻസും മിനറൽസും നമുക്ക് കിട്ടുന്നുള്ളൂ എന്നുള്ളതാണ് ശരീരത്തിൽ, ബോഡിയിൽ. ഇതൊക്കെ കൊണ്ട് തന്നെ നമുക്ക് ഫൈറ്റോ ന്യൂട്രിയൻസ് ആണെങ്കിൽ അതും ഈ പറഞ്ഞ പഴങ്ങളിലും പച്ചക്കറികളിലുമാണ് ഫൈറ്റോ ന്യൂട്രിയൻസ് വരുന്നത്. ഫൈറ്റോ ന്യൂട്രിയൻസ് നമുക്ക് കിട്ടുന്നില്ല. അപ്പൊ ഈ കാര്യങ്ങൾ ഫൈറ്റോ ന്യൂട്രിയൻസ് നമുക്ക് എന്തിനൊക്കെ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നേരത്തെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമുക്ക് ബോഡിയിൽ നടക്കണമെങ്കിൽ ഫൈറ്റോ ന്യൂട്രിയൻസ് വളരെ അത്യാവശ്യമാണ്. ഇത് നമ്മൾ ഫൈറ്റോ ന്യൂട്രിയൻസ് കിട്ടണമെങ്കിൽ ഒരു 9 ഡിഫറൻസ് കളേഴ്സ് ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് എല്ലാ ദിവസവും നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. ഇത് നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ടോ? ഇല്ല എന്നുള്ളതാണ്. അത് മാത്രമല്ല നമ്മൾ ഇന്നത്തെ ഭക്ഷണ രീതി കൊണ്ട് തന്നെ നമുക്ക് വളരെ വളരെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ, അതായത് ലൈഫ് സ്റ്റൈലിന്റെയും ഇന്നത്തെ ഭക്ഷണത്തിന്റെയും ചാലഞ്ചുകൾ കൊണ്ട് തന്നെ നമ്മളെ ഭക്ഷണങ്ങൾ നമുക്ക് വേണ്ട രീതിയിലുള്ള ബാലൻസ്ഡ് ആയിട്ടുള്ള ന്യൂട്രീഷൻസ് കിട്ടുന്നില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇന്നത്തെ കൾട്ടിവേഷനിൽ, ഇന്നത്തെ ഹാർവെസ്റ്റിംഗ് പ്രോബ്ലങ്ങളിൽ, പ്രോസസ്സിങ്ങില്, ഷിപ്പിംഗ്, സ്റ്റോറിങ്ങില്,
കുക്കിങ്ങിൽ, ഇതിലൊക്കെ നമുക്ക് ന്യൂട്രിയൻസ് നഷ്ടപ്പെട്ടു പോകുന്നു. ഇപ്പൊ പണ്ടത്തെ രീതിയിലല്ല ഇതൊന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളെ സയൻസ് ഡെവലപ്പ് ചെയ്തപ്പോൾ. അതുകൊണ്ട് തന്നെ നമുക്ക് ന്യൂട്രിയൻസും ഫൈറ്റോ ന്യൂട്രിയൻസും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഈ രീതിയിലൊരു ന്യൂട്രീഷൻ ഗ്യാപ്പ് നമുക്ക് ഉണ്ട് എന്നുള്ളതാണ്. ഈ ന്യൂട്രീഷൻ ഗ്യാപ്പിനെ കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യാനുള്ളത്. നമ്മൾ എന്താണ് ഈ രീതിയിലുള്ള ഒരു ബാലൻസ് ആയിട്ടുള്ള ഡയറ്റ് നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മുടെ ന്യൂട്രീഷൻ പ്രോബ്ലം ആണ്. അപ്രോക്സിമേറ്റ്ലി നോക്കുകയാണെങ്കിൽ 10 ആൾക്കാർ എടുത്ത 8 പേരും ഈ രീതിയിൽ ന്യൂട്രീഷൻ ഡിഫിഷ്യൻസി ഉള്ള ആൾക്കാരാണ് ഇന്ന് നമ്മളെ ചുറ്റുപാടുള്ളത്. എന്താണ് ഇതിനൊരു പോംവഴി എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, സിമ്പിൾ പോംവഴി നമ്മൾ സപ്ലിമെന്റേഷനിലേക്ക് പോവാന്നുള്ളത് തന്നെയാണ്. നമ്മളെ ഒരു ന്യൂട്രീഷണൽ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടി നമ്മൾ സപ്ലിമെന്റേഷനിലേക്ക് പോകണം എന്നുള്ളതാണ്. എന്തുകൊണ്ട് സപ്ലിമെന്റ് നമ്മൾ നേരത്തെ സംസാരിച്ചു കഴിഞ്ഞു. നമുക്കൊരു ഏത് പ്രായക്കാർക്കും സപ്ലിമെന്റേഷൻ വളരെ അത്യാവശ്യമാണ്. അത് ഇല്ലാണ്ട് നമുക്ക് പറ്റില്ല. അത് പക്ഷെ എന്ത് വേണമെന്ന് വെച്ചാൽ പ്ലാന്റ് എന്നുള്ള സപ്ലിമെന്റ് തന്നെ വേണം. ഇത് പ്ലാന്റിലാണ് ഫൈറ്റോ ന്യൂട്രിയൻസ് ഉള്ളത്. ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടി ഉണ്ട്, ബെറ്റർ അബ്സോർപ്ഷൻ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ പ്ലാന്റ് ന്യൂട്രിയൻസ് വളരെ അത്യാവശ്യമാണ്. മാത്രമല്ല ഇന്നത്തെ നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന വൈറസ്, ബാക്ടീരിയ, ഇൻസെക്ട്, ഈ രീതിയിലുള്ള എല്ലാ ഇതിനെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യണമെങ്കിൽ ഫൈറ്റോ ന്യൂട്രിയൻസ് അടങ്ങിയ സപ്ലിമെന്റ്സ് തന്നെ വേണം. ഇതില്ലെങ്കിൽ ശരിയല്ല. അത് നമ്മൾ പ്ലാൻ കോൺസെൻട്രേറ്റ് എന്നുള്ള സപ്ലിമെന്റ്സ് നമ്മൾ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത്. അതുപോലെ തന്നെ ഫൈനലി ഗോയിങ് ടു കൺക്ലൂഡ്, ഞാൻ ഇത്രയും നേരം പറഞ്ഞു വന്നത് ഈ കാര്യമാണ്. നമുക്ക് ഇന്ന് നമ്മുടെ കറണ്ട് ഹെൽത്തിൽ നിന്ന് ഓപ്റ്റിമൽ ഹെൽത്തിലേക്കുള്ള ഒരു വലിയ ഗ്യാപ്പ് നമ്മുടെ ഇടയിലുണ്ട്. ഇത് നമുക്ക് ചാടിക്കടക്കാൻ പറ്റുമോ? ഇറ്റ് ഈസ് സംതിങ് ഡിഫിക്കൽട്ട്, ഇറ്റ് ഈസ് ഡേഞ്ചറസ്. കാരണം നമ്മൾ അവിടെ ഓപ്റ്റിമൽ ഹെൽത്തിൽ എത്തിയേ പറ്റുള്ളൂ. പക്ഷെ ഈ ഗ്യാപ്പ് നമ്മൾ ഫില്ല് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള പ്രധാനപ്പെട്ട ചോദ്യചിഹ്നം എന്ന് പറയുന്നത്. കറണ്ട് ഹെൽത്തിൽ നിന്ന് ഓപ്റ്റിമൽ ഹെൽത്തിലേക്കുള്ള ഈ ഒരു ഗ്യാപ്പ് നാവിഗേറ്റ് ചെയ്യുന്നതേ പറ്റുള്ളൂ. എങ്ങനെ നമുക്ക് നാവിഗേറ്റ് ചെയ്യാം? ത്രൂ ദ സപ്ലിമെന്റേഷൻ. നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ ജേർണി ടുവേർഡ്സ് ദ ഒപ്റ്റിമൽ ഹെൽത്ത്, ഈ ഒപ്റ്റിമൽ ഹെൽത്തിലേക്കുള്ള യാത്രയിൽ സപ്ലിമെന്റേഷൻ ആണ് പ്രധാനപ്പെട്ട റോള് വഹിക്കുന്നത്. ജീവിതത്തിൽ സപ്ലിമെന്റ് യൂസ് ചെയ്യുക എന്നുള്ളത് ഒരു ശീലമാക്കി മാറ്റുക.